മക്കളെ, നമ്മൾ ക്ലാസ് 9 CBSEയുടെ ആദ്യത്തെ ചാപ്റ്റർ നമ്പർ സിസ്റ്റംസ്, ആ വാക്കിൽ തന്നെ ഉണ്ട് നമ്പർ സിസ്റ്റംസ്. അതായത് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യമേ സാർ ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാം. നമ്മളിപ്പോൾ ഓരോ ചാപ്റ്ററുകളും പഠിക്കുമ്പോൾ സാറ് പറയുന്ന ഓരോ രീതികൾ ഒരു പ്രത്യേക പഠന രീതിയിലൂടെയാണ് സാർ മക്കളെ പഠിപ്പിക്കുന്നത്. സാറിൻ്റെ സ്റ്റോറി നിങ്ങൾക്കറിയാം. വെറും 20% മാർക്കിൽ നിന്നും യൂണിവേഴ്സിറ്റി ടോപ്പ് റാങ്കിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ് സാറ്. സാറിൻ്റെ ഒരു ട്യൂഷൻ ടീച്ചർ സാറിന് തന്ന ഒരു സയൻറ്റിഫിക് മെത്തേഡാണ് സാറിനെ അങ്ങനെ എത്തിച്ചത്. അപ്പം മാത്സ് എത്ര വീക്കായിട്ടുള്ള കുട്ടികൾക്കും നല്ല മാർക്ക് വാങ്ങാൻ പറ്റും എന്ന് സാറിന് പ്രൂവ് ചെയ്യാൻ പറ്റി. പക്ഷേ സാറ് പറയുന്ന ഒരു മെത്തേഡ്, ആ മെത്തേഡ് മക്കൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. 3 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ആ ചാപ്റ്ററിൻ്റെ ഒരു ഹെഡിങ്, ഒരു ബുക്ക് ഫോളോ ചെയ്യണം. ആ ബുക്കിൽ സാറ് പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഓരോ ഫോമുലാസ്, ഇമ്പോർട്ടൻ്റ് ഫോമുലാസ്. രണ്ടാമത്, ക്വസ്റ്റ്യൻസ് പഠിപ്പിക്കുമ്പോൾ ആ ക്വസ്റ്റ്യനെ മക്കൾ 3 ആയിട്ട് തിരിക്കണം. 1, 2, 3 അല്ലെങ്കിൽ ABC. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ തിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന കാര്യങ്ങളെ A എന്ന് വിളിക്കുക, ആവറേജ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ B എന്ന് വിളിക്കുക, മീഡിയത്തിൽ താഴെ നമുക്ക് വളരെ ഈസി ആണെങ്കിൽ നമ്മളതിനെ പ്രത്യേകിച്ച് ഒന്നും വിളിക്കണമെന്നില്ല, വേണമെങ്കിൽ നമുക്ക് C എന്ന് പറയാം. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പ്രയോജനം, നമുക്ക് പരീക്ഷ എടുക്കുമ്പോൾ ഈ A പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാ ഫോമുലാസും അതുപോലെ ചില ഷോർട്ട് ട്രിക്കുകളും ഒക്കെ സാറ് പറയുന്നുണ്ട്. അതെല്ലാം ഒരു കോളയിട്ട് മക്കൾ ഒന്നിച്ചെഴുതണം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം സാർ ഓരോന്ന് പറയുന്ന വഴിക്ക് ഓരോ ട്രിക്കുകൾ സാറ് പറയും. അതെല്ലാം മക്കൾ നോട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഈ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്ന ഒരു 4-5 കാര്യങ്ങൾ സാർ പറയാം. അതിനുശേഷം ഓരോ കണക്കുകൾ ചെയ്യുമ്പോൾ സാർ കൂടുതലായിട്ട് കാര്യങ്ങൾ പറയാം. നമ്മളെല്ലാം കൂടി ഒന്നിച്ച് കോൺസെപ്റ്റുകൾ പഠിക്കരുത്, ആ കണക്കുകൾ ചെയ്യുന്ന കൂടെ നമ്മൾ പഠിച്ചാൽ മതി. ആദ്യമേ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. എല്ലാവർക്കും അറിയാവുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എക്സെട്ര. ഇതിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയും. ഇനി ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ കൂടെ ഒരു 0 കൂടി വന്നാൽ 0, 1, 2, 3, 4 എക്സെട്ര, അതിനെ നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയും. ഇനി ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാലോ, ഇതിൻ്റെ കൂടെ -1, -2 എക്സെട്ര ഇങ്ങനെ വരുന്നതാണ് ഇൻറ്റിജേഴ്സ്. അതായത് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4 എക്സെട്ര, -1, -2, -3 എക്സെട്ര. ഇത് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്ന 2 കാര്യങ്ങളാണ്: റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്. പിന്നെ ലാസ്റ്റ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്താണെന്ന് പഠിക്കും. പക്ഷേ റാഷണൽ നമ്പേഴ്സ് പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊരു പ്രധാനപ്പെട്ട പോയിന്റ് അറിഞ്ഞിരിക്കണം. നമുക്ക് പ്രൈം നമ്പരും കമ്പോസിറ്റ് നമ്പരും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സാർ ആദ്യം അത് പറഞ്ഞുതരാം. പ്രൈം നമ്പർ എന്ന വേർഡ് പഠിക്കുന്നതിന് മുമ്പായിട്ട്, ആ കോൺസെപ്റ്റ് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ 3 കാര്യങ്ങൾ പഠിക്കുക. മക്കൾ നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ ഒരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻറ്റിജർ കിട്ടുവാണെങ്കിൽ, ഇൻറ്റിജർ എന്താണെന്ന് നമുക്കറിയാം. 0, 1, 2, 3, 4 എക്സെട്ര, -1, -2 എക്സെട്ര. ഒരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻറ്റിജർ കിട്ടുവാണെങ്കിൽ, അതായത് ഫ്രാക്ഷൻ അല്ല, അങ്ങനെയാണെങ്കിൽ ഈ ന്യൂമറേറ്ററിൽ വരുന്ന നമ്പർ, ദിസ് നമ്പർ ഈസ് ഡിവൈസിബിൾ ബൈ സെക്കൻഡ് നമ്പർ. അല്ലെങ്കിൽ ന്യൂമറേറ്ററിൽ വരുന്ന 27 ഈസ് ഡിവൈസിബിൾ ബൈ 9 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാം. 27 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9, 27 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9 ആൻഡ് 9 ഈസ് എ ഫാക്ടർ ഓഫ് 27. ഈ 2 കാര്യം, അതായത് 3 കാര്യങ്ങൾ പറയാൻ സാധിക്കും. വേറൊരു എക്സാമ്പിൾ പറയാം. 9/3 എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിജറാണ്. ഇവിടെ നമുക്ക് 3 കാര്യങ്ങൾ പറയാം. 9 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3, 3 ഈസ് എ ഫാക്ടർ ഓഫ് 9,
ആൻഡ് 9 ഈസ് ഡിവൈസിബിൾ ബൈ 3. അപ്പം 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? 9 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3, 3 ഈസ് എ ഫാക്ടർ ഓഫ് 9 ആൻഡ് 9 ഈസ് ഡിവൈസിബിൾ ബൈ 3. ഇതാണ് ബേസിക് മാത്തമാറ്റിക്കൽ ഫണ്ടമെൻ്റൽ. നമ്മളിത് അറിഞ്ഞിരിക്കണം. നമ്മൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ 8/2 ഈസ് ഈക്വൽ ടു 4. ഒരു ഇൻറ്റിജറാണ്. അപ്പോൾ 8 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2, 2 ഈസ് എ ഫാക്ടർ ഓഫ് 8 ആൻഡ് 8 ഈസ് ഡിവൈസിബിൾ ബൈ 2. ഈ 3 കാര്യങ്ങൾ നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് പ്രൈം നമ്പർ എന്താണെന്ന് പറയാം. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു നമ്പറിനെ ഒന്നുകൊണ്ടും ആ നമ്പർ കൊണ്ടും മാത്രമേ ഡിവൈസിബിൾ ആകുന്നുള്ളൂ എങ്കിൽ നമ്മളതിനെ പ്രൈം നമ്പർ എന്ന് പറയും. 2 എന്ന് പറയുന്ന നമ്പറിനെ ഒന്നുകൊണ്ട് ഡിവൈസിബിളാണ്. 2/1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇതിൻ്റെ മീനിങ് എന്താ? 2 ആപ്പിൾ ഒരു കുട്ടിക്ക് കൊടുത്താൽ അവന് 2 ആപ്പിൾ കിട്ടും. അതാണ് അതിൻ്റെ മീനിങ്. അപ്പം നമുക്ക് പറയാം 2/1 ഒരു ഇൻറ്റിജറാണ്. therefore 2 ഈസ് ഡിവൈസിബിൾ ബൈ 1. ഇനി 2/2 ഈസ് ഈക്വൽ ടു 1. ഇതിൻ്റെ മീനിങ് എന്താ? 2 ആപ്പിൾ 2 കുട്ടികൾക്ക് കൊടുത്താൽ ഒരു കുട്ടിക്ക് 1 ആപ്പിൾ കിട്ടും. ഇതാണ് അതിൻ്റെ യഥാർത്ഥ മീനിങ്. ഒരു എക്സാമ്പിൾ സാർ പറഞ്ഞതാണ്. അപ്പം 2നെ 1 കൊണ്ടും 2 കൊണ്ടും ഡിവൈസിബിളാണ്. ഇതുപോലെ തന്നെ 3ൻ്റെ കാര്യം നോക്കിയേ. 3നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. പക്ഷേ 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ നമുക്ക് 1.5 കിട്ടും. ഇത് ഫ്രാക്ഷനാണ്. അപ്പം നമുക്ക് 3നെ 1 കൊണ്ടും 3 കൊണ്ടും മാത്രമേ ഡിവൈസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ നമ്പർ വിച്ച് ഈസ് ഡിവൈസിബിൾ ബൈ 1 ആൻഡ് ദാറ്റ് നമ്പർ ഉള്ളി. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറഞ്ഞാൽ എ പ്രൈം നമ്പർ ഈസ് എ നമ്പർ ഹൂസ് ഫാക്ടേഴ്സ് ആർ 1 ആൻഡ് ദാറ്റ് നമ്പർ ഉള്ളി. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. 1 ഈസ് എ ഫാക്ടർ ഓഫ് 3, 3 ഈസ് എ ഫാക്ടർ ഓഫ് 3. നമുക്ക് ഒരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇൻറ്റിജർ വന്നാൽ 3 കാര്യങ്ങൾ പറയാം. 3 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 1, 1 ഈസ് എ ഫാക്ടർ ഓഫ് 3 ആൻഡ് 3 ഈസ് ഡിവൈസിബിൾ ബൈ 1. അത് ഏറ്റവും ബേസിക് ഫണ്ടമെൻ്റലാണ്. അത് മക്കൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പറിന് 1ഉം ആ നമ്പരും മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ടുള്ളെങ്കിൽ നമ്മളതിനെ പ്രൈം നമ്പർ എന്ന് പറയും. ഇനി രണ്ടാമതൊരു നമ്പറും കൂടി ഉണ്ട്, കമ്പോസിറ്റ് നമ്പർ. നമുക്ക് 4 എടുത്ത് നോക്കാം. 4/1 1 ആണ്. 4/2 2 ആണ്. 4/1 4 1 ആണ്. ഇവിടെ നമുക്ക് 4 ഒരു പ്രൈം നമ്പർ അല്ല. എന്തുകൊണ്ടാണ്? പ്രൈം നമ്പറിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഒരു നമ്പറിന് 1ഉം ആ നമ്പരും മാത്രമേ ഫാക്ടേഴ്സ് ആകാവുള്ളൂ. പക്ഷേ ഇവിടെ 4ന് 1ഉം 4ഉം മാത്രമല്ല 2ഉം കൂടി ഫാക്ടറാണ്. അപ്പം 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള നമ്പറിനെ നമ്മൾ കമ്പോസിറ്റ് നമ്പർ എന്ന് വിളിക്കും. അപ്പോൾ പ്രൈം നമ്പർ എന്താണ്, കമ്പോസിറ്റ് നമ്പർ എന്താണ്? 2 കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഇനി മൂന്നാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റാഷണൽ നമ്പർ മനസ്സിലാവും. 2 നമ്പറുകൾ 4ഉം 9ഉം ഇവർ പ്രൈം നമ്പർ അല്ല. കാരണം എന്തുകൊണ്ടാണ്? ഇവരെ നമുക്ക് 2 × 2 എന്ന് പറയാം. ഇതിനെ ഫാക്ടർ ആക്കുമ്പോൾ 2 × 2 എന്ന് പറയാം. 9നെ നമുക്ക് ഫാക്ടർ ആക്കുമ്പോൾ 3 × 3 എന്ന് പറയാം. ഈ 2 നമ്പേഴ്സിനെയും നമ്മൾ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയും. കോപ്രൈം നമ്പേഴ്സ്. എന്തുകൊണ്ടാണ്? ഇവർ 2 പേരും പ്രൈം നമ്പേഴ്സ് അല്ല, പക്ഷേ ഇവർ തമ്മിൽ കോമൺ ഫാക്ടേഴ്സ് ഇല്ല. ഇവിടെ 2 × 2, ഇവിടെ 3 × 3. വേണമെങ്കിൽ നമുക്ക് 1 എന്ന് എഴുതാം, പക്ഷേ 1നെ നമ്മൾ പരിഗണിക്കുകയില്ല. കാരണം 1 എല്ലായിടത്തും ഉണ്ട്. അപ്പം 2 നമ്പേഴ്സ് കോപ്രൈംസ് ആകണമെങ്കിൽ അവർ തമ്മിൽ കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഉണ്ടായില്ല. വേറൊരു എക്സാമ്പിൾ പറയാം. 4ഉം 6ഉം ഇതിനെ നമുക്ക് 2 × 2, 3 × 2. ഇവർ കോപ്രൈംസ് ആണോ?
ഇവർ കോപ്രൈംസ് അല്ല, കാരണം ഇവിടെ രണ്ട് ഒരു കോമൺ ഫാക്ടറായിട്ടുണ്ട്. അപ്പം രണ്ട് നമ്പറുകൾ തമ്മിൽ കോമൺ ഫാക്ടേഴ്സ് ഇല്ല എങ്കിൽ അവരെ നമ്മൾ കോപ്രൈംസ് എന്ന് പറയും. ഇനി നമുക്ക് റാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. റാഷണൽ നമ്പേഴ്സ് എന്താണ്? നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റാഷണൽ നമ്പേഴ്സാണ്. ഒരു നമ്പറിനെ നമ്മൾ P/Q ഫോമിൽ എഴുതാൻ സാധിച്ചാൽ അത് റാഷണൽ നമ്പേഴ്സാണ്. P/Q ഫോമിൽ ഒരു എക്സാമ്പിൾ, നമുക്ക് 2നെ 2/1 എന്ന് പറയാം. 2/1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. അതിൻ്റെ മീനിങ് എന്താ? 2 ആപ്പിള് ഒരു കുട്ടിക്ക് കൊടുത്താൽ അവന് 2 ആപ്പിൾ തന്നെ കിട്ടും. അതാണ് ഈ 2/1 = 2. പല കുട്ടികളും സാറോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് 2/1 = 2, 3/1 = 3? അതിൻ്റെ റീസൺ എന്താ? 2 ആപ്പിൾ ഒരു കുട്ടിക്ക് കൊടുത്താൽ റിസൾട്ട് ആ കുട്ടിക്ക് 2 ആപ്പിൾ കിട്ടും. അപ്പം നമുക്ക് P/Q ഫോമിൽ ആ നമ്പറിനെ എഴുതാൻ പറ്റണം. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കണ്ടീഷൻ, ആ നമ്പറിനെ P/Q ഫോമിൽ എഴുതാൻ പറ്റണം. രണ്ടാമത്തേത് പിയും ക്യൂവും ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. പിയും ക്യൂവും ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. ഇവിടെ 2 ഇൻറ്റിജറാണ്, 1 ഇൻറ്റിജറാണ്. അപ്പം നമുക്ക് 2നെ നമുക്ക് 2/1 എന്ന് എഴുതാൻ പറ്റും. 2ഉം 1ഉം ഇൻറ്റിജേഴ്സാണ്. ഇനി വേറൊരു കണ്ടീഷനുള്ളത് Q not 0. അതായത് ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകാൻ പാടില്ല. നാലാമത് ലാസ്റ്റ് കണ്ടീഷൻ, പിയും ക്യൂവും കോപ്രൈംസ് ആയിരിക്കണം. കോപ്രൈംസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇപ്പോൾ 4/9, ഈ 4ഉം 9ഉം കോപ്രൈമായി ഇപ്പം നമ്മൾ കണ്ടതേ ഉള്ളൂ. കാരണം 4നെ നമുക്ക് 2 × 2 എന്ന് പറയാം, 9നെ നമുക്ക് 3 × 3 എന്ന് പറയാം. അവിടെ കോമൺ നമ്പേഴ്സ് ഇല്ല, കോമൺ ഫാക്ടേഴ്സ് ഇല്ല. അപ്പോൾ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പറുകൾ, ഒരു റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ആ നമ്പറിനെ നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റണം. പിയും ക്യൂവും ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. Q not 0 ആയിരിക്കണം. Q not 0 ആയിരിക്കണം. അതുപോലെ തന്നെ പിയും ക്യൂവും കോപ്രൈംസ് ആയിരിക്കണം. ഈ 4 കണ്ടീഷനിലും ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ നമ്പറിനെ റാഷണൽ നമ്പർ എന്ന് പറയാം. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഇറാഷണൽ നമ്പർ എന്താണെന്നാണ്. ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പേഴ്സ് അല്ലാത്ത നമ്പറുകൾ. ഒരു എക്സാമ്പിൾ പറയാം. √2 എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പറാണ്. കാരണം നമുക്ക് √2നെ P/Q ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. അതുപോലെ തന്നെ പൈ, നമുക്ക് പൈയുടെ വാല്യൂ അറിയാം, ഒരു വലിയ വാല്യൂ ആണ്, 3.14 എക്സെട്ര. ഇത് കുറേ നീണ്ടുപോയി ഈ നമ്പർ. അപ്പോൾ നമുക്ക് പൈനെ നമുക്കൊരു P/Q ഫോമിൽ കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ P/Q ഫോമിൽ നമ്പേഴ്സ് വിച്ച് കനോട്ട് ബി എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് P/Q ആർ കോൾഡ് ഇറാഷണൽ നമ്പേഴ്സ്. ഇനി റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാസ്റ്റായിട്ട് നമുക്ക് റിയൽ നമ്പേഴ്സും കൂടി പഠിക്കാം. റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സിൻ്റെയും കൂടി കളക്ഷൻ ടോട്ടലാണ്. റാഷണൽ നമ്പേഴ്സിൻ്റെയും ഇറാഷണൽ നമ്പേഴ്സിൻ്റെയും ടോട്ടലിനെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മക്കൾ നോട്ട് ചെയ്യണം. ഇനി നമുക്ക് റിക്കറിംഗ് ഡെസിമൽ, നോൺ റിക്കറിംഗ് ഡെസിമൽ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ കോൺസെപ്റ്റിൽ, ഈ ചാപ്റ്ററിലുണ്ട്. അതെല്ലാം നമുക്ക് എക്സാമ്പിൾസ് പഠിച്ചുകൊണ്ട് വേണം പഠിക്കാനായിട്ട്. നമ്മൾ വെറുതെ സാർ ഇങ്ങനെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ മക്കൾക്ക് മനസ്സിലായില്ല. മനസ്സിലാകുന്ന കാര്യങ്ങൾ സാർ ഇപ്പോൾ പറഞ്ഞു. നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്. പിന്നെ നമ്മൾ ഈ രീതിയിൽ നമ്പറിനെ എഴുതിയാൽ 27/9 = 3. ഒരു ഇൻറ്റിജർ വന്നാൽ 27 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. അപ്പോൾ മൾട്ടിപ്പിൾ എന്ന വാക്ക്, 9 ഈസ് എ ഫാക്ടർ ഓഫ് 27. അപ്പോൾ ഫാക്ടർ എന്ന വാക്ക്, പിന്നെ ഡിവൈസിബിൾ, 27 ഈസ് ഡിവൈസിബിൾ ബൈ 9. അപ്പോൾ ഡിവൈസിബിൾ എന്ന വാക്ക് 6 ആയി. പിന്നെ നമ്മൾ പ്രൈം നമ്പർ എന്താണെന്ന് പഠിച്ചു. പ്രൈം നമ്പർ എന്തൊക്കെയാണ്? എ നമ്പർ വിച്ച് ഈസ് ഡിവൈസിബിൾ ബൈ 1 ആൻഡ് ദാറ്റ് നമ്പർ ഓൺലി. പിന്നെ കമ്പോസിറ്റ് നമ്പർ പഠിച്ചു. കമ്പോസിറ്റ് നമ്പർ, എ നമ്പർ വിച്ച് ഹാസ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. എക്സാമ്പിൾ 4 ഈസ് എ കമ്പോസിറ്റ് നമ്പർ. പിന്നെ നമ്മൾ കോപ്രൈംസ് പഠിച്ചു. 4ഉം 9ഉം കോപ്രൈമാണ്. എന്തുകൊണ്ടാണ്? അവർ തമ്മിൽ കോമൺ ഫാക്ടേഴ്സ് ഇല്ല. പിന്നെ നമ്മൾ റാഷണൽ നമ്പർ പഠിച്ചു, ഇറാഷണൽ നമ്പർ പഠിച്ചു.
റിയൽ നമ്പേഴ്സ് പഠിച്ചു. അപ്പോൾ ഇത്രയും സാറിൻ്റെ വീഡിയോ 2-3 പ്രാവശ്യം കണ്ട് മക്കൾ നോട്ടായിട്ട് ഇത് എഴുതി പഠിക്കുക. ഇനി നമുക്ക് കണക്കുകൾ ചെയ്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ഫ്രണ്ട്സിലേക്കും മക്കൾ സാറിൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം.